അടിക്കും വിചാരിച്ചു. അതാണ് മഹാഭാവി മനസ്സ് ചെയ്യേ എന്റെ പൊന്നുമോളെ, എന്റെ കുട്ടിക്ക്. ആ മോനെ, ആ അമ്മ പോകാൻ നിൽക്ക, സമയായി. ഓ മോളവിടെ ഉണ്ട്, പുറത്തുണ്ട്. അവൾക്കിപ്പോ ലീവ് വിളിച്ചു, 2 ദിവസം കൂടി കഴിയണ്ട സ്കൂൾ തുറക്കാൻ. ഓ അവളെയൊക്കെ അവൾ നന്നായിട്ട് നോക്കണ്ടടാ, നീ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. ആയിക്കോട്ടെ മോനെ. ഇല്ല അമ്മയ്ക്ക് ഈ മൊബൈൽ എടുക്കാൻ സമയമില്ല മോനെ, അത് അമ്മയ്ക്ക് പോകേണ്ടതല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, അവരെ വിളിക്കുക, ഇതിൽ സമാധാനം സംസാരിക്കാമല്ലോ നിനക്ക്. ഓ അച്ഛൻ ഇതാ കുളിക്കുന്നു, അച്ഛനും പോകുന്നുണ്ട്, സമയമായിട്ടില്ല ഉള്ളത്തിന്. എന്നാൽ ശരി മോനെ, ശരി, അമ്മ ഇറങ്ങട്ടെ. ശരി. മോൾ ഇവിടെ ഇരിക്കുക. പിന്നെ അമ്മ ജോലിക്ക് പോകാണ് കേട്ടോ. പിന്നെ പച്ചക്കറി എന്തെല്ലാം ആക്കിയിട്ടുണ്ട്, ചിക്കൻ മുളക് തിരുമ്മി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കറി വെച്ച് കഴിക്കും കേട്ടോ രണ്ടാളും. അത് ഉച്ചത്തേക്കല്ലേ, ഞാൻ ചെയ്തോളാം അമ്മ. മോൾക്ക് കുറച്ച് പനിക്കുന്നുണ്ട് മോളെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ രാവിലെ ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളവും ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിക്കും, ഒന്ന് നോക്കണം കേട്ടോ. എന്നാൽ ശരി എന്നാ. ലച്ചു. പിന്നെ പെണ്ണിനെ നോക്കാൻ വേണ്ടിട്ടല്ലേ ഞാനും ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നത്. എനിക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടിട്ടാ. അതിൻ്റെ ഇടയിലാണ് ഒരു പെണ്ണ്. ലച്ചു ഇവിടെ ഉണ്ടാ? ലച്ചു, അച്ഛൻ ജോലിക്ക് പോകുകയാണേ. പിന്നെ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കണ്ട. പനിക്കുന്ന പറഞ്ഞ് എന്തിനു മാറിയിരിക്കണം, അമ്മയുടെ അടുത്ത് പോയിരിക്കും കേട്ടോ മോളെ. പിന്നെ അച്ഛൻ പച്ചക്കറി കഴിക്കണം മോളെ, അങ്ങനെ പച്ചക്കറി കഴിക്കണ്ട. ചിക്കൻ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കി തരും, അത് കൂടി ചോറ് കഴിക്കണേ ചേട്ടാ. ബ്രെഡും എല്ലാം എടുത്ത് കഴിക്കണം ചേട്ടാ. മോൾക്ക് 2 ദിവസം കഴിഞ്ഞ് സ്കൂൾ തുറക്കില്ല, അപ്പൊ പിന്നെ മോൾക്ക് സുഖമല്ലേ ചേട്ടാ. സ്വത്തെ അമ്മ പോയിട്ട് വരെ സന്തോഷത്തോടെ ഇരിക്കണേ, അമ്മൻ്റെ അടുത്ത് ഇരിക്കണം കേട്ടോ. ശരി എന്നാ. ചെരുപ്പ് ഡ്രസ്സീന് കാണിക്കട്ടെ മോളെ. മോളെ എന്താ അച്ഛാ? മോള് നല്ല കുട്ടിയെ കളിക്കണം കേട്ടോ. അച്ഛൻ ജോലിക്ക് പോയിട്ട് വരാം. അമ്മയോടെ? അമ്മ റൂമിലുണ്ട് തോന്നുന്നു. മോളെ ഇവിടെ ഉണ്ടല്ലേ? ഞാൻ ജോലിക്ക് പോയിട്ടോ. കുഞ്ഞിനെ നോക്കണേ. ഞാൻ നോക്കിക്കോളാം. തള്ളയുടെ രോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും അടുത്ത ആള് നോക്കി കാണിച്ചു തരാം ഞാൻ അവളെനെ. ഞാനെന്താ ഇവിടുത്തെ പണിക്കാരിയോ? അവളെ നോക്കാൻ വേണ്ടിട്ടാണോ കല്യാണം കഴിച്ചത്? എനിക്കിന്ന് എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നാ പോരെ. മോളെ അച്ഛൻ എന്താ മോൾ കൊണ്ടുവരുന്നത്? എനിക്ക് ഐസ്ക്രീം മതി. ഐസ്ക്രീം കഴിക്കാൻ പറ്റും മോളെ, പനിയാ. മോൾക്ക് വേറെന്താ പറയും? എന്നാ പിന്നെ ചോക്ലേറ്റ് മതി. ചോക്ലേറ്റ് വാങ്ങ കേട്ടോ. ഓക്കെ ഓക്കെ. രണ്ടും പോയി. പെണ്ണിനെയാണെങ്കിൽ കൊഞ്ചിച്ച് തലേ കയറ്റി വെച്ചേക്ക് 2 ആളും കൂടിയിട്ട്. ശ്രീകരം എന്താടി അവിടെ തലേം താഴ്ത്തിരിക്കണേ? നിന്റെ അച്ഛമ്മേ ചിക്കൻ കറി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അടുക്കളയിൽ പോയിട്ട് പണിയെടുക്കടി. അവളവിടെ നോക്കിയിരിക്കുക. രാജകുമാരിയെന്ന വിചാരം. ശരിയാക്കി തരാം ഞാൻ. ചെല്ലടി. എന്താടി ഇവിടെ വന്ന് നോക്കിക്കണത്? നോക്കിക്കാരം തന്നെയാണ് അടുക്കളയ്ക്ക് വിട്ടത്. ഫ്രിഡ്ജ് തുറക്ക, പണിയെടുക്കാതിരിക്കുക അവള്. എടുക്കടി, ചിക്കൻ എടുക്കടി. ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കാൻ പ്രത്യേകം പറയണോ? എടുക്ക്. എടുക്കടി. എനിക്ക് അളവൊന്നും അറിയില്ല. നീ കുറച്ച് എടുത്താ എല്ലാം പഠിപ്പിച്ചു തന്നിട്ട് വേണ്ടി വരും. ഇനി
ശ്രീകരം ഒന്നും അറിയില്ല, തിന്നാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ? പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കടി, ഒക്കെ പ്രത്യേകം പ്രത്യേകം പറയണല്ലേ? ഇതാണോ ഇഞ്ചി? അയ്യോ, ഇഞ്ചി ഏതാന്ന് അറിയാത്തൊരു കുഞ്ഞാവാ, വേണ്ടതൊക്കെ നോക്കി എടുക്കടി. എത്ര നേരമായി നിക്കണോ? ആ കത്തി എടുത്തിട്ടേ ഇതൊക്കെ കഴുകി മുറിച്ച് വൃത്തിയാക്ക്. ഞാൻ അവിടെ ഉണ്ടാവാം. ആ ആപ്പിൾ എടുത്തിട്ടേ കഴുകി മുറിച്ചു കൊണ്ടുവാ. അമ്മ ഇതാ ആപ്പിൾ. അമ്മേനാ? ആരാടി നിന്റെ അമ്മ? നിന്റെ തള്ളയൊക്കെ ചത്ത് പണ്ടാറടങ്ങിയിട്ട് കാലം കുറച്ചായി. അവള് എന്നെ അമ്മേന്ന് വിളിച്ച് വന്നേക്കണോ? നിന്നോട് ഞാൻ എത്ര വട്ടം പറയണ്ടേ എന്നെ അമ്മേന്ന് വിളിക്കരുതെന്ന്? പോയി പണിയെടുക്ക. അറിയാൻ വന്നേക്കവള്. ആ ഏട്ടാ, ആ സുഖമായിട്ട് പോണു. ആ മോള് ഇവിടെ അപ്പുറത്തെ ഗിരീഷേട്ടന്റെ മോളില്ലേ കുഞ്ഞു, അവളുടെ കൂടെ കളിക്കാൻ വേണ്ടി പോയേക്കുക. ആ ഞാൻ പിന്നെ എന്തിനാ അങ്ങനെ വെറുതെ വീട്ടിൽ തന്നെ ഇരുത്തണേ, വെക്കേഷനിൽ അവൾക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് വെച്ച് വിട്ടതാ. പനി കുറവുണ്ട്, പനി ഉണ്ടെങ്കിൽ ഞാൻ വിടുവോ? ആ കുഴപ്പമില്ല. ആ പഠിപ്പിക്കണൊക്കെ ഉണ്ട്, നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ആ ഭക്ഷണം പനിയുള്ള സമയത്തൊന്ന് കുറവായിരുന്നു, ഇപ്പൊ കഴിച്ചു തുടങ്ങി, എല്ലാം ശരിയായി തുടങ്ങി. ഇത്ര ഇഞ്ചി ഇടണോ? അമ്മേനെ ചോദിച്ചു നോക്കാം. ആ അവളെന്നെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ ഏട്ടാ നോക്കണത്. ഏട്ടൻ ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നാ. ആ അവളെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുക? ആ പാവം. ഇല്ല, അവളുടെ അമ്മ പോയതിന്റെ ഒരു വിഷമവും ഞാൻ അവളെ അറിയിക്കുന്നില്ല ഏട്ടാ. ആ അമ്മ അച്ഛനും രാവിലെ പോയി, അവർക്കും അതെ മോളുടെ കാര്യം നോക്കണേ മോളുടെ കാര്യം നോക്കണേ തന്നെ എന്നോട് പറയാനുള്ളൂ. ആ അവളുടെ അമ്മ നോക്കണേക്കാൾ നന്നായിട്ട് ഞാനിപ്പോ നോക്കുന്നുണ്ട്. അവളെത്ര ഹാപ്പി എന്നറിയോ ഇപ്പോ? ആ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിരിക്കും, കെട്ടിപ്പിടിച്ച് കിടക്കും, ഭയങ്കര സ്നേഹാ. ആ ആ ക്ലാസ് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ തുറക്കല്ലേ? ചെല്ലിപ്പോ. ഹലോ, ആ ഏട്ടാ, എന്താ അറിയില്ല, എനിക്കിങ്ങോട്ട് കേൾക്കാനുണ്ടായിരുന്നില്ല. ആ ആ ശരി ശരി, ഞാനെന്നാ അമ്മ അച്ഛനൊക്കെ വന്നിട്ട് വൈകിട്ട് വിളിച്ചാൽ മതി. ആ ശരി. അമ്മേന്റെ കൈ മുറിഞ്ഞ്. കുഴപ്പമൊന്നുമില്ല, അടുക്കള പണി എടുക്കുമ്പോ കൈയൊക്കെ മുറിയും. ഇത് കൊണ്ടുപോയി കഴുകി വെക്കുക, അപ്പൊ ആ ചോര പൊക്കോളും. ചെല്ലേ എന്ത് നോക്കിക്കുക? ഇപ്പൊ അവറ്റങ്ങൾ വരുമ്പോ എന്തൊക്കെയാണാവോ പറയാ. കത്തി എടുത്ത് കളിച്ചിട്ടാന്ന് പറയാം.
എടി എവിടെ വെച്ചിട്ടാടി മുറിക്കണത്? ഒരു പലക എടുത്ത് വെച്ച് മുറിക്കടി. നിന്നെ ചത്തുപോയ തള്ളക്ക് തിന്നാൻ വേണ്ടിട്ട് ഉണ്ടാക്കണതല്ല, വൃത്തിയിലുണ്ടാക്ക. എനിക്കറിയില്ല കറി വെക്കുന്നു. നോക്കിയെടുക്ക. അറിയില്ല ഇവിടെ മുറിക്കുക. ആ ശ്രീകരം ഒരു വൃത്തിയില്ല, മെനയില്ല. ആച്ചാ, ആ ഞാൻ നോക്കിക്കോളാം. ആ ഓ തള്ളയുടെ രോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും അടുത്ത ആള്. നോക്കി കാണിച്ചു തരാം ഞാൻ അവളെനെ. ഞാനെന്താ ഇവിടുത്തെ പണിക്കാരിയാ? അവളെ നോക്കാൻ വേണ്ടിയിട്ടാണോ കല്യാണം കഴിച്ചത്? എനിക്കിന്ന് എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നാ പോരെ. എന്താടി നിന്നെ കഴിഞ്ഞില്ലേ? ഫോണ് കൊണ്ടുവന്നൂടെ കഴിഞ്ഞെങ്കിലേ? ഇത്തിരി മല്ലിയിലിട്. ഫ്രിഡ്ജിലുണ്ടാവും, നോക്കി എടുത്തിട്ട്. ആ സ്റ്റവ് ഓഫ് ചെയ്തോട്ടാ. ഓ സ്വർണത്തിനൊക്കെ എന്താ വില. എൻ്റെ കയ്യിലുള്ള 2 വള മാറ്റണം എന്നാണ് എനിക്ക്. ഏട്ടനെ വിളിച്ച് പറയാം. 3 പവൻ്റെ 2 വള കൊണ്ടുവരാൻ പറയാം. ഇത് പണ്ടത്തെ മോഡലായില്ലേ. അനിയത്തിയുടെ കല്യാണം. അമ്മ എന്താടി കറിയാക്കി വെച്ചിട്ടുണ്ട്, ചോറ് എടുത്ത് തരുമോ? എനിക്ക് വിശക്കുന്നു. ഞാൻ നിനക്ക് ചോറ് എടുത്തു തരേ? എനിക്കുള്ള ചോറ് എടുത്തിട്ട് വാ. പച്ചക്കറി ഒന്നും വെക്കേണ്ട അതിലേട്ടാ. 2 പപ്പടവും കാച്ചി വെച്ചോ. ചെല്ലേ. എനിക്ക് പപ്പടം കാച്ചാൻ അറിയില്ല. കുറച്ച് എണ്ണ എടുക്കുക, ചീഞ്ചട്ടിയിൽ ഒഴിക്കുക. അത് ചൂടാകുമ്പോ 2 പപ്പടം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിലേക്ക് ഇടുക. അത്രേ വേണ്ടു, പൊള്ളച്ച് വരും. മനസ്സിലായാ? പോ. എന്ത് പറഞ്ഞാലും എന്തിനാ ഈ മുഖത്ത് നോക്കി ഇങ്ങനെ നിക്കണേ? ചെല്ലേ. യോ ഇതിനെങ്ങനെ ഞാൻ മെരുക്കി കൊണ്ടുവരിക? അമ്മ ഇതാ ചോറ്. ഉമ്മർത്തിക്കാണോടി ചോറും കൊണ്ട് വരണേ? കൊണ്ടിക്കകത്ത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനോ? നീ ഉണ്ടാക്കി തരണം എനിക്ക്. ഇങ്ങോട്ട് വാ, ശരിയാക്കി തരാം നിന്നെ. പോകുമ്പോ എൻ്റെ മോൾക്ക് പനിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യണം എന്തോ. അമ്മേ, ആ ഒരു മിനിറ്റ് അമ്മ, ഞാൻ ഇപ്പൊ വിളിക്കാം. മോളെ, ലച്ചു മോളെ, വാ ഇരിക്കി. ഇത്ര നേരം കളിക്കായിരുന്നില്ലേ? ഇവിടെ നടന്ന എന്തെങ്കിലും കാര്യം നീ നിന്റെ അച്ഛനോടോ അച്ചാച്ചനോടോ ഒക്കെ പറഞ്ഞാല് ഞാൻ നല്ല അമ്മയാണ്, നിന്നെ നന്നായി നോക്കിണ്ടെന്നല്ലാത്ത ഒരു അക്ഷരം നിന്റെ വായിന്ന് വരാൻ പാടില്ല. കേട്ടില്ലടി? അല്ലാത്ത എന്തെങ്കിലും ഒന്ന് സംഭവിച്ച നിന്നെ ഞാൻ നിന്റെ അമ്മയുടെ അടുത്തേക്ക് വിടും. കേട്ടില്ലേ? മോളെ, നമുക്ക് ഇന്ന് ഈ പേജ് പഠിക്കാം കേട്ടോ. അമ്മ നന്നായി പറഞ്ഞുതരാം, നന്നായി ശ്രദ്ധിച്ചോളൂട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. മോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണ്ടേ? അമ്മ പഠിപ്പിച്ചു തന്നിട്ട് ഫസ്റ്റ് ആയി എന്ന് പറയുമ്പോ അമ്മയ്ക്ക് സന്തോഷല്ലേ? ലച്ചു പഠിക്കുക, മോളെ പഠിപ്പിച്ചു കൊടുക്കുക. ചായ കുടിച്ചോ നിങ്ങള്? പനി സുഖായടാ? അതാണ് അമ്മ നേരത്തെ ഇറങ്ങിയല്ലേ. ഇവളെ ഞാൻ നോക്കില്ലേ? എന്റെ മോൾ നന്നായിട്ട് നോക്കുന്ന എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണോ. ആണോ ചെന്നടാ? ചെറുതായിട്ടൊരു ചൂട് കാണുന്ന മേലെ. ഒന്ന് കൊടു, വൈകുന്നേരം രാത്രി കിടക്കുമ്പോ കൊടുക്കുന്നോളെ. ശരിയായിട്ട് ലച്ചിട്ട് അമ്മ ഡ്രസ്സ് മാറ്റിട്ട് വരെ. അപ്പൊ മോളെ അമ്മ പഠിപ്പിച്ചതൊക്കെ പഠിക്കട്ടാ. അമ്മ പോയിട്ടേ നമുക്കുള്ള ചായ ഉണ്ടാക്കിയിട്ട് വരാം. പഠിച്ചോളൂ. മോളെ കൊറേ സമയല്ലേ പഠിച്ചത്? അമ്മ നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ? പിന്നെ എങ്ങനെയുണ്ട്? അമ്മനെ ബുദ്ധിമുട്ടിച്ചോ? നല്ല കുട്ടിയായിട്ട് കളിച്ചോ? അമ്മ എങ്ങനെ സ്നേഹത്തിലല്ലേ പെരുമാറുന്ന അമ്മ? അതാ മോളെ നമ്മുടെ ഭാഗ്യം, ഇതുപോലത്തെ ഒരു അമ്മനെ കിട്ടിയത് മോൾക്ക്. പിന്നെ അച്ഛൻ വിളിച്ചോ? മോളെന്ത് പറഞ്ഞ? മോൾ സംസാരിച്ചില്ല?
എന്താ അച്ഛനോട് സംസാരിക്കണ്ടേ? മോൾ സംസാരിക്കുന്ന അച്ഛന് ടെൻഷൻ ആവില്ലേ? മോളപ്പോ കളിക്കായിരുന്നു. ആ അതാണ് അമ്മയ്ക്ക് അറിയാം. ആരാ മുടിയൊക്കെ കെട്ടി തന്നിട്ട് ചെന്ന്? അമ്മയാ? നല്ല അമ്മയല്ലേ മോളിന്റെ? അമ്മ ജോലിക്കാരോട് എല്ലാവരോടും പറഞ്ഞു എന്റെ കുഞ്ഞിന് നല്ലൊരു അമ്മ ഇപ്പൊ വന്നിട്ടുണ്ട്, നല്ല സ്നേഹമുള്ളൊരു അമ്മയാണെന്ന്. അതാ മോളെ അമ്മയ്ക്ക് സന്തോഷമായത്. ഏറ്റവും സമാധാനം, എന്റെ കുഞ്ഞിനെ നല്ലപോലെ നോക്കുന്നുണ്ട് അമ്മയ്ക്ക് അറിയാം. എന്താ മുഖത്തൊരു പാട്ടം? പനിയായിരിക്കും. പനിച്ചിട്ടോ? പനിച്ചിട്ടാ നല്ലപോലെ. മോളിന്നിട്ട് കിടന്നതാ? അമ്മ പഠിക്കാൻ വേണ്ടി വിളിച്ചു വന്നതാടാ? അത്ര നേരം കിടന്നതാ? അയ്യോ, ഡോക്ടറൊന്നും പോകണ്ടല്ലോ മോളെ. മോള് ദേഹമൊന്നും ഇളകണ്ട കേട്ടോ, ഒന്നും ചെയ്യണ്ട. നാളത്തെ ഒന്നും കൂടി റെസ്റ്റ് എടുത്താ മോളെ പനി നല്ല പോലെ അങ്ങ് മാറേ. ചായ വേണ്ടേ മോൾക്ക്? എന്താടാ മുഖത്തൊരു പാട്ടം? ശരിക്കും കണ്ടുള്ള സമയത്തിന് ഇനി പോയിട്ട് അമ്മ ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. എന്നാ മോൾക്ക് മോളെ നീ ഇങ്ങോട്ട് വന്നാട്ടോ, അടുക്കളയിൽ അമ്മ കയറാ. ചായ കളിച്ചോണ്ടിരിക്ക. അത് അമ്മ നോക്കിക്കോളാം. മോൾ ഇവിടെ വന്നിരുന്നു, അത്ര നേരം പണിയെടുത്തതല്ലേ. ഇങ്ങനെ കൊഞ്ചിക്കാൻ തുടങ്ങി. തലയിൽ ഇങ്ങനെ കയറ്റി വെക്കല്ലേ ഈ ചക്കപ്പോത്ത് പോലെ വളർന്ന പെണ്ണിനെ. ഞാനെന്താ ഇവളെ നോക്കാൻ വേണ്ടിയിട്ടാണോ കല്യാണം കഴിച്ചത്? എൻ്റെ ഒരു ജീവിതം ഈ പെണ്ണിനെ നോക്കി തീരുന്നതോ അങ്ങനെ. എങ്ങനെയെങ്കിലും ഇതിനെ അനാഥാലയത്തിലേക്ക് എങ്ങനെ മാറ്റണം. എന്ന് ഈ ഭാരം വലിച്ച് എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. ആ മോളെ, നീ കുഞ്ഞിൻ്റെ അടുത്ത് വരുന്നു, അമ്മ ഉണ്ടാക്കാം ചപ്പാത്തി. മോൾ ഇത്ര നേരം വീട്ടിലെ പണിയൊക്കെ ചെയ്ത് മോളെ നോക്കിയിട്ട്, അതായത് അവൾക്ക് പനിയും ഇത്ര നേരം ബുദ്ധിമുട്ടിട്ടുണ്ടാവില്ലേ? അമ്മ ചെയ്തോളാ, കുഞ്ഞെളുപ്പമായിരുന്നു. ആ മോള് ഇവിടെയാ? അമ്മ ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് വെയിലത്തിടാന്ന് വിചാരിച്ചതാ. പിന്നെ അമ്മ പോവുകയാണ്. മോളെ ചോറും കറി എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ, അടിച്ചു തുടച്ചിട്ടില്ല. പിന്നെ ലച്ചു ഉറങ്ങുകയാണേ, അവൾക്കൊന്ന് എണിച്ചിട്ട് അവൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കട്ടെ. പിന്നെ ലച്ചു നീക്കുമ്പോഴത്തേക്കല്ലേ അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഭക്ഷണം മരുന്നൊക്കെ സമയത്തിന് കൊടുത്തോളാം. അമ്മ ധൈര്യമായിട്ട് പോയിട്ട്. ആ മോളെ, എന്നാ ശരിയേ. ഓ പോത്ത് പോലെ ഉറങ്ങും അവള്. മതി പോയിട്ട് പറ്റടിക്കേ. നീക്കടി. അവളുടെ ഒരു ഉറക്കം. അച്ഛമ്മ ജോലിക്ക് പോയാ അപ്പ തന്നെ നീറ്റോ. ചെല്ലേ നീക്കേ. പോ അടിച്ചു വരാൻ പോ. ഓ അങ്ങോട്ട് കുനിഞ്ഞെന്ന് അടിക്കടി. നിലത്തിന് വേദനയ്ക്കൊന്നുമില്ല. വേഗം അടിച്ചു വരി തീർത്തിട്ട് വാ. നിന്റെ അച്ഛമ്മേ അടിച്ചു വരി തുടക്കാതൊക്കെ ഒന്ന് പോയേക്കണത്. അമ്മേ, മുറ്റടിച്ചു വരി കഴിഞ്ഞു. എനിക്കിന്ന് എന്തോ ക്ഷീണം പോലെ, തലയൊക്കെ ചുറ്റുന്നു. ഞാൻ കുറച്ചു നേരം പോയി കിടന്നോട്ടെ. എന്ത്? നിനക്ക് ക്ഷീണാ? ഇത്ര നേരം പോത്ത് പോലെ കിടന്നുറങ്ങിയില്ലേ, അതിന്റെ ക്ഷീണാവും. അടിച്ചു വരി തുടക്കി പോയിട്ട്. ചൂലവിടെ പുറത്തുണ്ട്. ഇപ്പൊ ക്ഷീണ അത്ര. അവള് കിടക്കാൻ വന്നേക്കണോ? എന്താടി നിനക്ക് വയ്യേ? ഒന്ന് അമർത്തി അടിച്ചു വരെ. നിലത്തിന് വേദനിക്കൊന്നുമില്ല. എന്നും നിന്റെ അച്ഛമ്മ ചെയ്തിട്ട് പോണതാണല്ലോ, ഇന്നെന്താ ചെയ്യാതിരുന്നേ? നിന്റെയും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ ഇരിക്കാൻ ഞാൻ എന്താ നിങ്ങളുടെ വേലക്കാരിയാ? ഇങ്ങോട്ട് നോക്ക്. എന്തിനാ അമ്മ വിട്ടിട്ട് പോയത്? എനിക്ക് തീരെ സുഖമില്ല അമ്മ. ഇവിടുത്തെ എല്ലാ പണിയും എന്നെ കൊണ്ടാ ചെയ്തത്. അച്ഛമ്മ രാവിലെ ഞാൻ എണീക്കുന്നതിന് മുന്നേ പോയി. അമ്മ എന്നെ വെറുതെ ഇട്ട് ഉപദ്രവിക്കുന്നു. അമ്മ എന്തിനാ പോയിട്ട് പോയത്? എന്താടിത്? ആരുടെ ഫോട്ടോ ആണ് നോക്കിക്കൊണ്ടിരിക്കണേ? നിന്റെ മരിച്ചുപോയ അമ്മ ഇനി തിരിച്ചു വരാനൊന്നും പോണില്ല. നീ എത്ര കാര്യം പറഞ്ഞാലും ആരും കേൾക്കാൻ പോണില്ല. എണീറ്റ് വാ. അടുക്കളയിലെ പാത്രങ്ങൾ വെള്ളം കിടക്കുമ്പോഴാണ് അവളുടെ
എടി നിന്റെ അമ്മയുടെ ഈ ഫോട്ടോ ഇതിന് നിന്റെ കയ്യിൽ വേണ്ടാ. അത് വേണ്ട. എനിക്കും സുഖമില്ലാണ്ടേ മോളുടേന്ന് എനിക്കും പകർന്നു തോന്നുന്നുണ്ട്. ആ ഇത്ര നേരം താഴത്തെ ഓരോരോ പണികളായിരുന്നു. അമ്മ രാവിലെ പോയപ്പോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോൾക്കും വയ്യ, അവളുടെ കാര്യം നോക്കണം. ആകെ 2-3 ദിവസമായിട്ട് വീട്ടുപണി ചെയ്തിട്ട് എനിക്ക് വയ്യാണ്ടായിട്ട് വന്ന് കിടന്നതൊന്ന്. ഞാൻ മോളെ വിളിക്കാം. ലച്ചു മോളെ, അച്ഛൻ വിളിക്കണോ? കൊടുക്കാട്ടോ. എന്തെങ്കിലും സംസാരിച്ചോ? ശരിയാക്കി തരാട്ടോ ഞാൻ. ഹലോ അച്ഛ. ഓ സുഖമായിട്ടിരിക്കുന്നു. പനി ലേശം കുറവുണ്ട്. ഓ അമ്മ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഓ ചായ കുടിച്ചു. അച്ഛൻ കുടിച്ചോ? ആ ആ. വേറെ എന്താ? എനിക്ക് പനിക്കുന്നതിനെ കൊണ്ട് ചെറിയൊരു ക്ഷീണം പോലെ തല വെച്ചുന്നു. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. ശരിയേട്ടാ, ഞാനാണെങ്കിൽ ഒന്ന് കിടക്കട്ടെ. നല്ല ക്ഷീണം. ഓക്കെ, വൈകിട്ട് വിളിക്കാം. ശരി, ബൈ. പാസ്വേഡോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ? എനിക്ക് പാസ്വേഡ് അറിയില്ല. ഫിംഗർ പ്രിന്റ് എടുക്കാൻ കഴിയും, നോക്കട്ടെ. എടീ, നീ എന്താ എന്റെ ഫോൺ ലോക്ക് തുറക്കാൻ നോക്കിയതാ? നീക്കടേ, നീക്കേ. നീ എന്തിനാ ഇവിടെ വന്നിരുന്നേ? അല്ല, അടി എന്റെ കയ്യിൽ കിട്ടും. നിന്നോട് ആര് പറഞ്ഞിട്ടോടി നീ എന്റെ ഫോൺ എടുത്തത്? നിന്നോട് നീക്ക്. ഈ ബെഡിലല്ലേ വന്നിരിക്കുന്നത്? ഈ റൂമിൽ നിന്നോട് കയറുന്നത് ഞാൻ പലതവണ പറഞ്ഞതാ അല്ലേ? അല്ലേ? എന്നിട്ട് നീ എന്തിനാ വന്നത്? എന്റെ ഫോൺ എടുത്ത് എന്തിനാ? നീ എന്താ വിചാരിച്ചേ? എന്താ വിചാരിച്ചേ? എന്റെ ഫോൺ നീ എന്തിനാ എടുത്തേ? അച്ഛനെ വിളിക്കാൻ വേണ്ടിട്ട് എടുത്തതാ നീ? ഞാൻ നിന്നോട് ചെയ്യണതൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിട്ടാവും അല്ലേ? കിട്ടൂലേന്ന് റൂമിൽ കടന്നു പോരുത്. ശ്രീകരം, നിന്നോട് ഞാൻ വീണ്ടും പറയാം, ഇനി ഈ റൂമിലേക്ക് നീ കയറി പോവരുത്. ഒരക്ഷരം മിണ്ടാതെ ഇവിടുത്തെ പണിയൊക്കെ എടുത്ത് ജീവിച്ചാൽ നിനക്ക് ഭക്ഷണമെങ്കിലും നേരത്തിന് കിട്ടും. മനസ്സിലായടി? അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചു കൂട്ടും. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നീ നിക്കണ്ടാട്ടാ. നിന്നെ ഒന്നാമത് ഇവിടെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ അച്ഛന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ടാ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നത്, അല്ലാതെ നിന്നെ നോക്കി വളർത്തി ഉണ്ടാക്കാനല്ല. അച്ഛമ്മ പോകുമ്പോ എന്നെ കൂടെ ജയിക്കല്ലേ? എന്നാ ഇവിടുത്തെ പണി വന്നത് ഞാൻ പറഞ്ഞു അച്ഛനെ അടിക്കുന്നു വിചാരിച്ചു. അതാണ് മനസ്സ് ചെയ്യേ എന്റെ പൊന്നുമോളെ, നീ എന്നെ കുട്ടിക്ക്
അമ്മ ഞാനൊന്നും അവളെ ചെയ്തിട്ടില്ല അമ്മ. ഇപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചപ്പോ ഞാനത് ചീത്ത പറഞ്ഞതേ ഉള്ളൂ. അവള് പനി കാരണം കൊണ്ട് എന്തൊക്കെയോ പറയണതാ. ഇറങ്ങി പോടി, നിർത്തിക്കൊന്നില്ല നാടകം. ഇനി നീ ഇവിടെ ഒരു നിമിഷം നിന്ന് ഞാൻ നിർത്തില്ല. പോയിക്കോ, ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ നിന്ന് പടിയിറക്കിക്കോ. നീ എന്താ വിചാരിച്ച് നിനക്ക് എന്റെ കുട്ടിനെ തല്ലിക്കൊല്ലാൻ പറ്റുന്നതാണെന്നോ? മോളെന്താ അമ്മനോടൊന്നും പറയാത്തത്? നീ എന്താണ് വിചാരിച്ചത്? എനിക്കിവിടെ കെട്ടിലമ്മ ചമ്മഞ്ഞിരിക്കാനാ? നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഇവിടെ വരുത്തിയിട്ടുണ്ടടി? നീ കെട്ടിലമ്മ ചമ്മഞ്ഞിരിക്കാനല്ലേ ഇവിടെ? ഞാൻ എല്ലാ പണിയും ചെയ്തിട്ട് രാവിലെ ഇവിടെ നിന്ന് പോകുന്നത്. എന്റെ കുട്ടി കുറച്ച് ദിവസം സ്കൂളില്ല, ലീവാണ്. അതിന് പണിക്കുകയും ചെയ്യണം. അപ്പൊ വെള്ളം കൊടുത്തു, ഗുളിക കൊടുക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞോ? നീ എന്റെ കുട്ടിനെ തള്ളിയില്ല മകോ. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം. പോയിക്കോ, ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോ, നിൽക്കരുത്. ഇനി എന്റെ വീട്ടിൽ നിന്റെ കാല് കുത്തരുത്. പോയിക്കോ. പിന്നെ നീ എന്താ പറഞ്ഞ്? എന്റെ കുട്ടിനെ അനാഥാലയത്തിൽ കൊണ്ട് വിട്ടിട്ട് നീ എന്റെ മോനോട് സുഖിച്ച് വാഴിക്കാൻ വേണ്ടിയിട്ട് ഖത്തറിലേക്ക് പോകണമെന്നാ? എടി, എന്റെ മോൾ അനാഥയല്ല. അനാഥയായിട്ടേ അവിടുത്തെ ആരുമില്ലാതെ നിന്നെ ഇവിടെ കൊണ്ടുവന്നതല്ല. എനിക്കത് ഓർമ്മയോടെ ഇനി ഇല്ല ഒരു നിമിഷം നീ എന്റെ മോന്റെ ഭാര്യയല്ല. നീ ഇനി ഇന്ന് മുതൽ നീ എന്റെ മോന്റെ ഭാര്യയില്ല. എന്റെ മോൻ ജീവനാണ്. മോൾക്ക് ഇങ്ങനെ ഒരു അമ്മ വേണ്ട കേട്ടോ. അമ്മ അച്ഛനോട് സംസാരിക്കാം. അമ്മ കണ്ടില്ലെങ്കിലോ എന്റെ കുട്ടി എന്ത് ചെയ്യും? ഇത്രയും അനുഭവിച്ചിട്ട് എന്റെ മോള് എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ. നിന്നെ പൊന്നു പോലെയല്ലേ ഞങ്ങൾ നോക്കുന്നത്. ഇതാണ് രണ്ടാനമ്മ അല്ലേ? ദുഷ്ടേ, നീ ഇത്രയും ക്രൂരയാണ് ഞങ്ങൾ വിചാരിച്ചില്ല. ഇനി എന്റെ മോൾ സമാധാനത്തിലിരുന്നോ? മതി, എനിക്ക് ജോലിക്ക് പോകണ്ട. ഞാൻ ജോലി കൊണ്ട് ചെയ്തു കളഞ്ഞിട്ട് ഈ കുടുംബം കഴിയേണ്ട ആവശ്യമില്ല. പിന്നെ അവള് വന്നിട്ടുണ്ടല്ലോ, ഞാനും വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാ. അവള് ഞാൻ പടിപ്പുറത്താ ഗേറ്റ് അടിച്ചിട്ട് വരാം.